എല്ലാവർക്കും SSC RRB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC ഗ്രൂപ്പ് ഡി പരീക്ഷകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ബുദ്ധിസം എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. വാട്ട് ഡസ് ത്രിരത്ന മീൻ ഇൻ ബുദ്ധിസം? ബുദ്ധിസത്തിൽ ത്രിരത്ന എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പം ബുദ്ധിസത്തിലെ ഒരു വാക്കാണ് എന്ത്? ത്രിരത്ന എന്ന് പറയുന്നത്. ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമുള്ളതല്ല, ജൈനിസത്തിലും എന്തുണ്ട്? ത്രിരത്ന എന്നൊരു വേർഡ് ഉണ്ട്. അപ്പം ബുദ്ധിസത്തിലെ ത്രിരത്ന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അത് ബുദ്ധ, ധമ ആൻഡ് സംഖ്യയാണ്. അപ്പം മറക്കരുത്, ബുദ്ധിസത്തിൽ ത്രിരത്ന എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബുദ്ധിസത്തിലെ ത്രിരത്ന എന്താണ്? ബുദ്ധ, ധമ ആൻഡ് സംഖ്യയാണ്. ഇനി ത്രിപീഠക എന്താണ്? അത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആണ്, റിലേറ്റഡ് ടു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആണ്. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് എന്ത്? ത്രിപീഠക എന്ന് പറയുന്നത്. ത്രിപീഠകയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിൽ. എന്താണ് ത്രിപീഠകയുടെ അർത്ഥം? 3 ബാസ്ക്കറ്റ് എന്നാണ് അർത്ഥം. 3 ബാസ്ക്കറ്റ്സ്. അപ്പം 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 എന്നാണെന്ന് നമുക്കറിയാം. ത്രിപീഠക, ത്രിപീഠക. ഓക്കെ, അപ്പം ത്രിപീഠക എന്ന് പറഞ്ഞാൽ 3 ബാസ്ക്കറ്റ്സ് എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. അതെന്താണ്? ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആണ്. ഏതൊക്കെ കൂടിയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഏതാണ്? വിനയ പീഠക, സുട്ട പീഠക ആൻഡ് അഭിധാമ പീഠക. അപ്പം ഏതൊക്കെയാണ് ത്രിപീഠകാസ് വരുന്നത്? വിനയ പീഠകയുണ്ട്, സുത്ത പീഠകയുണ്ട്, അതുപോലെ തന്നെ അഭിധാമ പീഠകയുമുണ്ട്. അപ്പം ബുദ്ധിസത്തിൽ ത്രിരത്ന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ബുദ്ധ, ധമ ആൻഡ് സംഘ. ഇനി ജൈനിസത്തിലെ ത്രിരത്ന എന്താണ്? ജൈനിസത്തിലും ത്രിരത്നയുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ജൈനിസത്തിലെ ത്രിരത്നയാണ് എന്ത്? റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് കണ്ടക്ട്. എന്തൊക്കെയാണ്? റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ്, അതുപോലെ തന്നെ റൈറ്റ് കണ്ടക്ട്. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? ത്രിരത്ന എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ത്രിരത്ന എന്ന് പറയുന്നത് ബുദ്ധിസത്തിലുമുണ്ട്, ജൈനിസത്തിലുമുണ്ട്. ഇനി ബുദ്ധിസത്തിലാണെങ്കിൽ എന്താണ്? ബുദ്ധ, ധമ ആൻഡ് സംഖ്യയാണ്. ജൈനിസത്തിലാണെങ്കിലോ റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് കണ്ടക്ട്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ത്രിപീഠകയെക്കുറിച്ച് പറഞ്ഞു. ത്രിപീഠക എന്ന് പറയുന്നത് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെയാണ് ത്രിപീഠകാസിൽ വരുന്നത്? വിനയ പീഠകയുണ്ട്, സുപ്ത പീഠകയുണ്ട്, അതുപോലെ തന്നെ അഭിധാമ പീഠകയുമുണ്ട്. ഇനി ത്രിപീഠകയുടെ അർത്ഥം എന്താണ്? അത് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? 3 ബാസ്ക്കറ്റ്സ് എന്നാണ് ത്രിപീഠകയുടെ അർത്ഥമായിട്ട് വരുന്നത്. Ashtamahasthana refers to the 8 significant places associated with the life of the Buddha. Which among the following is not one of those? എന്താണ് അഷ്ടമഹാസ്ഥാന? അഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 8 എന്നാണ് അർത്ഥം. അഷ്ടമഹാസ്ഥാന എന്ന് പറയുന്നത് ബുദ്ധന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 സ്ഥലങ്ങളെ റെഫർ ചെയ്യുന്ന ഒരു വാക്കാണെന്ത്? അഷ്ടമഹാസ്ഥാന എന്ന് പറയുന്നത്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് പ്ലേസ് ആണെന്ത്? അഷ്ടമഹാസ്ഥാനയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഈ അഷ്ടമഹാസ്ഥാനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ 8 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോട്ട് ചെയ്ത് വെച്ചോണം. ആദ്യം വരുന്ന ഏതാണ്? ലുംബിനിയാണ്. ലുംബിനി എവിടെയാണ്? നേപ്പാളിലാണ്. നമുക്കറിയാം ഗൗതമ ബുദ്ധ ജനിച്ചത് എവിടെയാണ്? ലുംബിനിയിലാണ്. നോട്ട് ചെയ്ത് വെച്ചോണം. നേപ്പാളിലെ ലുംബിനിയിലാണ് എന്ത്? ഗൗതമ ബുദ്ധ ജനിക്കുന്നത്. എന്നാണ്? 563 BC ആര്? ഗൗതമ ബുദ്ധ ലുംബിനിയിൽ ജനിക്കുന്നത്. ഇനി അടുത്ത വരുന്ന പ്ലേസ് ആണ് ഏത്? ബോധ്ഗയ എന്ന് പറയുന്നത്. ബോധ്ഗയ നമ്മളെല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ട്. നമ്മളെ പല പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ട്. എന്താണ്? ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടിയ സ്ഥലമാണ്. ബുദ്ധന് എൻലൈറ്റ്മെന്റ് ലഭിച്ച സ്ഥലം എവിടെ വെച്ചാണ് എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നത്? ബോധ്ഗയയിൽ വെച്ചിട്ടാണ്. ഇനി സാരാനാഥ് എന്താണ്? ബുദ്ധന്റെ ആദ്യത്തെ സർമൺ, ബുദ്ധന്റെ ഫസ്റ്റ് സർമൺ എവിടെ വെച്ചാണ് നടക്കുന്നത്? സാരാനാഥിലാണ്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യണം. ഇനി കുശിനഗർ ഉണ്ട്. കുശിനഗർ എന്താണ്? ബുദ്ധൻ മരണപ്പെടുന്ന സമാധിയാവുന്ന സ്ഥലമാണ് ഏത്? കുശിനഗർ എന്ന് പറയുന്നത്. ഇനി ബാക്കി വരുന്ന 4 സ്ഥലങ്ങളാണ്, നോട്ട് ചെയ്തോണം. ഒന്നേതാണ്? സവിഷ്ടിയാണ്. സവിഷ്ടി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. മഗധയിലെ ഒരു ജനപദയുടെ ക്യാപിറ്റലായിട്ട് നമ്മൾ സവിഷ്ടി പഠിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ക്യാപിറ്റൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, 1-2 ചോദിക്കാം. ആ 1-2 മാർക്ക് എന്താണ്? നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വരുന്ന സ്ഥലമാണ് ഇത് സങ്കിസ, SANKISSA. സങ്കിസയുണ്ട്. അടുത്ത ഏതാണ്? രാജ്ഗൃഹയാണ്. അത് കഴിഞ്ഞ് വരുന്നത് വൈശാലിയാണ്. രാജ്ഗൃഹയും വൈശാലിയും ഒക്കെ എന്താണ്? ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ഥലങ്ങളാണ്. നമുക്കിനി വരുന്ന PYQ ക്വസ്റ്റ്യൻസിൽ അത് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം അഷ്ടമഹാസ്ഥാനയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ലുംബിനിയുണ്ട്, ബോധ്ഗയയുണ്ട്, സാരാനാഥ് ഉണ്ട്, കുശിനഗറുണ്ട്, സവിഷ്ടിയുണ്ട്, സങ്കിസയുണ്ട്, അതുപോലെ തന്നെ രാജ്ഗൃഹയും വൈശാലിയുമുണ്ട്. അപ്പം ഈ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് അഷ്ടമഹാസ്ഥാനയിൽ ഉൾപ്പെടാത്ത സ്ഥലം? അത് റൈഗഡ് ആണ്. ഏതാണ്? റൈഗഡ് ആണ്. സാരാനാഥ് ഉൾപ്പെട്ടിട്ടുണ്ട്, ലുംബിനി ഉൾപ്പെട്ടിട്ടുണ്ട്, ബോധ്ഗയ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏതാണ് ഇതിൽ ഓഡ് 1 ആയിട്ട് കിടക്കുന്നത്? റൈഗഡ് അല്ലേ? അപ്പം ഏതാണ് അഷ്ടമഹാസ്ഥാനയിൽ ഉൾപ്പെടാത്ത സ്ഥലം? ഏതാണ്? റൈഗഡ് ആണ്.
Among the symbols associated with occasions related to Buddha, the stupa symbolizes dash. എന്താണ്? ബുദ്ധന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സിംബൽസ് ഉണ്ട്. അതിൽ സ്തൂപ എന്ന് പറയുന്ന സിംബൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബുദ്ധൻ ജനിക്കുന്നത് എന്നാണ് 563 BC ലുംബിനിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ബുദ്ധനെക്കുറിച്ച് ചോദിക്കുന്ന മറ്റു ചില ക്വസ്റ്റ്യൻസ് ആണ് ബുദ്ധന്റെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അങ്ങനെയൊക്കെ. അപ്പോൾ ബുദ്ധന്റെ അച്ഛൻ ആരായിരുന്നു? ശുദ്ധോധനയായിരുന്നു. ബുദ്ധന്റെ അച്ഛന്റെ പേരെന്താണ്? ശുദ്ധോധന. മറക്കരുത്, ബുദ്ധന്റെ അച്ഛന്റെ പേരെന്താണ്? ശുദ്ധോധന. അതുപോലെ തന്നെ ബുദ്ധന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? മഹാമായ. അപ്പം ശുദ്ധോധനയ്ക്കും മഹാമായയ്ക്കും ജനിച്ച പുത്രനായിരുന്നു ആര്? ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്നത് BC 563 എവിടെയാണ് ജനിക്കുന്നത്? നേപ്പാളിലെ ലുംബിനിയിലാണ് ജനിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്. ബുദ്ധൻ ഏത് ക്ലാനിലാണ് ജനിക്കുന്നതെന്ന്? സാക്യ ക്ലാനിലാണെന്ത് ബുദ്ധൻ ജനിക്കുന്നത്. അപ്പം ബുദ്ധന്റെ ക്ലാൻ ഏതാണ്? സാക്യ ക്ലാനാണ്. അതുകൊണ്ട് തന്നെ സാക്യമുനി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതണം? അത് ബുദ്ധനാണ്. അപ്പം സാക്യ ക്ലാനിലെ നേപ്പാൾ ലുംബിനിയിലെ ശുദ്ധോധനയ്ക്കും മഹാമായയ്ക്കുമാണ് 563 BC ആര് ജനിക്കുന്നത്? ഗൗതമ ബുദ്ധൻ ജനിക്കുന്നത്. ഇനി ഗൗതമ ബുദ്ധന്റെ ഭാര്യയുടെ പേരെന്താണ്? യശോധര എന്നാണ്. ഗൗതമ ബുദ്ധന്റെ ഭാര്യയുടെ പേര് യശോധര എന്നാണ്. അതുപോലെ തന്നെ ഒരു പുത്രൻ ഉണ്ടായിരുന്നു. മകന്റെ പേരെന്തായിരുന്നു? രാഹുല എന്നാണ്. ഗൗതമ ബുദ്ധന്റെ പുത്രന്റെ പേരെന്താണ്? രാഹുല എന്നാണ്. ഇനി 29ാമത്തെ വയസ്സിലാണ് ബുദ്ധൻ വീട് വിട്ടു പോകുന്നത്. അതുപോലെ തന്നെ 35ാമത്തെ വയസ്സിലാണ് എന്ത്? ബുദ്ധന് എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്നത്. ഏത് വയസ്സിലാണ്? 35ാമത്തെ വയസ്സിലാണ്. ബോധ്ഗയയിൽ വെച്ചിട്ടാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബുദ്ധന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സിംബൽസ് ആണല്ലേ. അപ്പം ഏതൊക്കെ സിംബൽസ് ആണെന്ന് നമുക്ക് നോക്കാം. ബുദ്ധന്റെ ജീവിതവുമായിട്ട്, ബുദ്ധന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിംബലാണെന്ത്? ലോട്ടസും ബുള്ളും. ചിലപ്പോൾ ഓപ്ഷനിൽ ബുള്ളായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ലോട്ടസ് ആയിരിക്കും. രണ്ടിൽ ഏതെങ്കിലും ഒന്നേ കാണുകയുള്ളൂ. അപ്പം ബുദ്ധന്റെ ജനനവുമായിട്ടുള്ള ബന്ധപ്പെട്ട സിംബൽ ഏതാണ്? ലോട്ടസ് ആണ്. കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് എന്ത് തന്നെയാണ്? ലോട്ടസ് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ തന്നെ പഠിക്കുക. ബുദ്ധന്റെ ബർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിംബൽ ഏതാണ്? ലോട്ടസ് ആണ്. ഇനിയും ബുദ്ധൻ വീട് വിട്ട്, അതായത് എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നതിന് മുമ്പ് വീട് വിട്ടു പോയെന്ന് പറഞ്ഞല്ലോ 29ാമത്തെ വയസ്സിൽ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സിംബൽ ഏതാണ്? ഹോഴ്സ് ആണ്. ദ ഗ്രേറ്റ് ഡിപ്പാർച്ചർ. അതിനെ അറിയപ്പെടുന്നത് എന്താണ്? മഹാബിനിഷ്ക്രമണ എന്നാണ് അറിയപ്പെടുന്നത്. അതും ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് വെച്ചോണം. ബുദ്ധൻ കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് വീട് വിട്ടു പോകുന്ന അതിനെ പറയുന്ന പേരെന്താണ്? മഹാബിനിഷ്ക്രമണ എന്നാണ്. ദ ഗ്രേറ്റ് ഡിപ്പാർച്ചർ, മഹാബിനിഷ്ക്രമണ. അത് ഏത് സിംബൽ കൊണ്ടാണ് അതിനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ സിംബലൈസ് ചെയ്യുന്നത്? ഹോഴ്സ്, കുതിരയും കൊണ്ടാണ് സിംബലൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഓർത്താൽ മതി, വീട് വിട്ട് കുതിരപ്പുറത്താണ് പോയതെന്നങ്ങ് ഓർത്തിരുന്നാൽ മതി. അപ്പം വീട് വിട്ടു പോകുന്നതിനെ മഹാബിനിഷ്ക്രമണ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിനെ സിംബലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഹോഴ്സ് കൊണ്ടാണ്. ഇനി ഫസ്റ്റ് സെർമൺ, അതിനെന്താണ്? ഫസ്റ്റ് സെർമൺ എവിടെ വെച്ചാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എവിടെ വെച്ചാണ്? സാരാനാഥിൽ വെച്ചിട്ടാണ്. അതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബുദ്ധന്റെ ഫസ്റ്റ് സെർമൺ എവിടെ വെച്ചിട്ടാണ്? സാരാനാഥിൽ വെച്ചിട്ടാണ്. അതിനെ അറിയപ്പെടുന്ന പേരെന്താണ്? നമ്മൾ പറഞ്ഞു വീട് വിട്ടുപോകുന്നതിനെ അറിയപ്പെടുന്നത് മഹാബിനിഷ്ക്രമണ എന്നാണെങ്കിൽ ഫസ്റ്റ് സെർമൺ എന്താണ്? ധർമ്മചക്ര പരിവർത്തൻ എന്നാണ് അറിയപ്പെടുന്നത്. ധർമ്മചക്ര പരിവർത്തൻ. അത് പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് ഓർക്കാം. ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വീലല്ലേ. അപ്പം ധർമ്മചക്ര പരിവർത്തൻ അല്ലെങ്കിൽ ഫസ്റ്റ് സെർമൺ എങ്ങനെയാണ്, ഏതുകൊണ്ടാണ് സിംബലൈസ് ചെയ്തിരിക്കുന്നത്? വീല് കൊണ്ടാണ് സിംബലൈസ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് എൻലൈറ്റ്മെന്റ്, ബോധോദയം ഉണ്ടായത്. എൻലൈറ്റ്മെന്റ് ഉണ്ടായത് എത്രാമത്തെ വയസ്സിലാണ്? 35ാമത്തെ വയസ്സിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എവിടെയാണ്? ബോധ്ഗയയിലെ ഒരു ബോധി ട്രീയുടെ അണ്ടറിൽ വെച്ചിട്ടാണ്. ബോധി ട്രീ അല്ല, ബോധി ട്രീ എന്ന് തന്നെയാണ് പറയുന്നത്. ബോധ്ഗയയിൽ വെച്ചിട്ടാണ് എന്ത്? എൻലൈറ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിനെ സിംബലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബോധി ട്രീ കൊണ്ടാണ് എന്ത്? എൻലൈറ്റ്മെന്റിനെ സിംബലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് ഡെത്തിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പരിനിർവാണ എന്നാണ്. ഡെത്തിനെ സിംബൽ ഏതാണ്? അത് സ്തൂപയാണ്. ഡെത്തിന്റെ സിംബൽ ഏതാണ്? സ്തൂപയാണ്. മറക്കരുത്. ബർത്ത് ഏതാണ്? ലോട്ടസ് ആണ്. ഗ്രേറ്റ് ഡിപ്പാർച്ചർ, വീട് വിട്ടു പോകുന്നത് കുതിരപ്പുറത്താണെന്ന് ഓർക്കുക. ഗ്രേറ്റ് ഡിപ്പാർച്ചർ, മഹാബിനിഷ്ക്രമണ, സിംബൽ എന്താണ്? ഹോഴ്സ് ആണ്. ഫസ്റ്റ് സെർമൺ ധർമ്മചക്ര പരിവർത്തൻ, ചക്രം വരുന്നത് കൊണ്ട് തന്നെ സിംബൽ എന്തായിരിക്കും? വീലാണ്. ഇനി എൻലൈറ്റ്മെന്റ് എവിടെ വെച്ചാണ്? ബോധ്ഗയയിൽ വെച്ചിട്ടല്ലേ കിട്ടുന്നത്. അപ്പം ബോധി ട്രീ ആണെന്ത്? എൻലൈറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിംബൽ. അതുപോലെ തന്നെ ഡെത്തിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പരിനിർവാണ എന്നാണ്. സിംബൽ ഏതാണ്? സ്തൂപയാണ്. മറക്കരുത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? സ്തൂപ സിംബലൈസ് ചെയ്യുന്നത് എന്തിനെയാണെന്നായിരുന്നു. നമ്മൾ പറഞ്ഞു എന്താണ്? പരിനിർവാണ അല്ലെങ്കിൽ മഹാപരിനിർവാണ എന്നൊക്കെ അറിയപ്പെടുന്ന ബുദ്ധന്റെ ഡെത്തിനെയാണ് എന്ത്? സ്തൂപ സിംബലൈസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബുദ്ധൻ എവിടെ? 563 BC നേപ്പാളിലെ ലുംബിനിയിൽ സാക്യ ക്ലാനിൽ ആർക്ക്? ശുദ്ധോധനയ്ക്കും മഹാമായയ്ക്കും ജനിക്കുന്നു. സാക്യമുനി എന്നറിയപ്പെടുന്നതും ബുദ്ധനെയാണ്.
29ാമത്തെ വയസ്സിൽ ബുധൻ എന്ത് ചെയ്യുന്നു? വീട് വിട്ടു പോകുന്നു. അതിനെ മഹാഭിനിഷ്ക്രമണ എന്ന് പറയുന്നു. മഹാഭിനിഷ്ക്രമണ കുതിരയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനനം ലോട്ടസ് ആണ് സിംബലൈസ് ചെയ്യുന്നത്. അതിനുശേഷം 29ാമത്തെ വയസ്സിൽ പോകുന്നു. 35ാമത്തെ വയസ്സിൽ എന്തുണ്ടാവുന്നു? എൻലൈറ്റ്മെന്റ് ഉണ്ടാവുന്നു. എവിടെ വെച്ചാണ്? ബോധ് ഗയയിൽ വെച്ചിട്ടാണ്. ബോധി ട്രീയുടെ അണ്ടറിലാണ്. ബോധി ട്രീ തന്നെയാണ് എന്ത്? പീപ്പിൾ ട്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൺഫ്യൂസ് ആയി പോകരുത്. ബോധി ട്രീ അല്ലെങ്കിൽ പീപ്പിൾ ട്രീയുടെ അണ്ടറിൽ വെച്ച് എന്തുണ്ടാവുന്നു? എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എൻലൈറ്റ്മെന്റിനെ സിംബലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബോധി ട്രീ ആണ്. ഇനിയും ഫസ്റ്റ് സാർമൺ എവിടെ വെച്ചിട്ടാണ്? സാരാനാഥിൽ വെച്ചിട്ടാണ്. പ്രീവിയസ് ഇയർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫസ്റ്റ് സാർമൺ അതിനെ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ധർമ്മചക്ര പരിവർത്തൻ. ചക്രമായതുകൊണ്ട് തന്നെ സിമ്പൽ എന്താണ്? വീലാണ്. ഇനി ഡെത്ത് സിമ്പൽ ഏതാണ്? സ്തൂപയാണ്. മറക്കരുത്, നോട്ട് ചെയ്യുക. ദ ജാതക ടെയിൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ട്? എന്താണ്? ജാതക സ്റ്റോറീസ് ഏതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? പ്രീവിയസ് ഇയർ ആണ്. ജാതക സ്റ്റോറീസ് എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാതക ടെയിൽസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്? ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്. അപ്പം ബുദ്ധന്റെ പ്രീവിയസ് ബർത്തിനെ കുറിച്ച്, മുൻജന്മങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നതാണ് എന്ത്? ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്. ബുദ്ധന്റെ പ്രീവിയസ് ബർത്തിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ പറയുന്നത് എന്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏതിലാണ്? അത് ജാതക സ്റ്റോറീസിലാണ്. അപ്പം ജാതക സ്റ്റോറീസ് മെയിൻലി ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നതെന്നും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ്. ഏത് ഭാഷയിലാണ്? ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം എന്ത് തന്നെയാണ്? പാലി ലാംഗ്വേജിലാണ്. എന്ന് കരുതി എന്തു വന്നാലും നിങ്ങൾ പാലി എന്ന് എഴുതരുത്. ജാതക സ്റ്റോറീസ് ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? മെയിൻലി പാലിയിലാണ്. മറക്കരുത്, പ്രീവിയസ് ഇയർ ആണ്. ജാതക സ്റ്റോറീസ് എന്താണ്? ബുദ്ധന്റെ പ്രീവിയസ് ബർത്തിനെ കുറിച്ച് പറയുന്ന കഥകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ജാതക സ്റ്റോറീസിലുള്ളത് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഏത് ഭാഷയിലാണ് അത് മെയിൻലി എഴുതിയിട്ടുള്ളത്? പാലി ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ജാതക സ്റ്റോറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജാതക സ്റ്റോറീസ് എവിടെയാണുള്ളത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ത്രിപീഠകാസിൽ പറഞ്ഞു. എന്താണ്? വിനയപീഠക, സുത്തപീഠക, അതുപോലെ തന്നെ അഭിധാമ പീഠക എന്ന് മൂന്നായിട്ട് നമ്മൾ പറഞ്ഞു. അതിലെ സുത്തപീഠകയിലാണ് എന്തുള്ളത്? ജാതക സ്റ്റോറീസിലുള്ളത്. അതും പ്രീവിയസ് ഇയറിലാണ്. സുത്തപീഠകയിലാണ് എന്ത്? ജാതക സ്റ്റോറീസ് ഉള്ളത്. എന്താണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുദ്ധക നികായ, സുത്തപീഠകയിലെ കുദ്ധക നികായയിലാണ് എന്തുള്ളത്? KHUDDAKANIKAYA കുദ്ധക നികായ ഓ സുത്തപീഠക. അവിടെയാണ് എന്ത്? ജാതക സ്റ്റോറീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജാതക സ്റ്റോറീസ് എന്താണ്? ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞു ബുദ്ധന്റെ പ്രീവിയസ് ബർത്ത്, മറക്കരുത്, BYQ ആണ്. ബുദ്ധന്റെ പ്രീവിയസ് ബർത്തിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? ജാതക സ്റ്റോറീസിലാണ്. സുത്തപീഠകയിലെ കുദ്ധക നികായയിലാണ് എന്ത്? ജാതക സ്റ്റോറീസിനെ പറ്റി പറയുന്നത്. പിന്നെന്താണ് ഓപ്ഷൻസ് നോക്കിയേ? ലിംഗായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംഗായത്തിനെ നമുക്ക് എങ്ങനെ പറയാം? വീരശൈവ എന്നും ലിംഗായത്തിനെ പറയുന്നുണ്ട്. എന്താണ്? സൗത്ത് ഇന്ത്യയിലെ എന്താണ് ഹിന്ദുയിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് എന്ത്? ലിംഗായത്ത് എന്ന് പറയുന്നത്. അവിടെ എന്താണ് പ്രത്യേകത? അവര് ശിവനെ മാത്രമേ എന്തുള്ളൂ? ഡൈറ്റി ആയിട്ട് അവരെ ആരാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ്? ശിവനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗമാണ് എന്ത്? ലിംഗായത്ത് എന്ന് പറയുന്നത്. എവിടെയാണ്? സതേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലാണ് അവരെ കാണപ്പെടുന്നത്. അപ്പം എന്താണ്? അവർക്ക് ശിവനാണെല്ലാം, മറ്റൊരു ഡൈറ്റിയും എന്ത് ചെയ്യുന്നില്ല, അവര് മൈൻഡ് ചെയ്യുന്നില്ല, അവരെ ആരാധിക്കുന്നില്ല. ഇനിയും ശൈവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? അതും ശിവനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതും ഹിന്ദുയിസത്തിന്റെ ഒരു ബ്രാഞ്ചാണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശിവനായിരിക്കും എന്ത്? അവരുടെ സുപ്രീം ഡയറ്റി. അതായത് അവരുടെ ഏറ്റവും മുകളിലുള്ള, അവര് സുപ്രീം എന്ന് ഏറ്റവും പവർഫുൾ ആയിട്ട് അവർ കരുതുന്നത് എന്താണ്? ശിവനെയാണ്. ബാക്കി ഡയറ്റീസിനെയും അവർ എന്താണ്? ആരാധിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ സുപ്രീം പവർ എന്ന് പറയുന്ന ആരാണ്? ഏറ്റവും വലിയ ആൾ, അല്ലെങ്കിൽ ഇപ്പൊ രാജാവ്, ചക്രവർത്തി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും പവറുള്ള, ഏറ്റവും വലിയ ആളെന്ന് പറയുന്ന ആരാണ് അവരുടെ? അത് ശിവനാണ്. അപ്പൊ ലിംഗായത്തും ശൈവിസവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ലിംഗായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ശിവനെ മാത്രമേ ആരാധിക്കൂ, മറ്റുള്ള ദൈവങ്ങളെയൊന്നും ആരാധിക്കില്ല. ശിവനാണ് അവരുടെ എല്ലാം എന്ന് പറയുന്നത്. ഇനിയും ശൈവസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? അതുപോലെ തന്നെ ലിംഗായത്ത് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. ശൈവസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ സുപ്രീം പവർ ആണ് എന്ത്? ശിവൻ എന്ന് പറയുന്നത്. ബാക്കി ഡൈറ്റീസിനെയൊക്കെ അവർ ആരാധിക്കും. പക്ഷേ ഏറ്റവും പവറുള്ള ആളെന്ന് അവർ കരുതുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഉള്ള ആളെന്ന് അവർ കരുതുന്നത് ആരാണ്? അത് ശിവനെയാണ്. ജൈനിസം എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ പല പല PYQയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും ജൈനിസത്തിന്റെ മാത്രം ഒരു PYQ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നും മറക്കാതിരിക്കുക. കുദ്ധക നികായ, സുത്തപീഠകയിലെ കുദ്ധക നികായയിലാണ് എന്ത്? ജാതക സ്റ്റോറീസ് കാണുന്നത്. ബുദ്ധന്റെ പ്രീവിയസ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്ത്? ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതാണ്? മെയിൻലി പാലി ലാംഗ്വേജിലാണ് എന്ത്? ജാതക സ്റ്റോറീസ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി ജാതക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതോടെ നോട്ട് ചെയ്ത് വെച്ചോണം. പാലിയിലായാലും സംസ്കൃതത്തിലായാലും ജാതക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബർത്ത് എന്നാണ്. അപ്പം ജാതകയുടെ മീനിങ് വേണമെങ്കിൽ ചോദിക്കാം. പാലിയിലും ആയാലും സംസ്കൃതത്തിലായാലും എന്താണ്? ബർത്ത് എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. The second Buddhist council was held during the reign of Dash.
അപ്പം നമുക്ക് ഈ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇത് തിരിച്ചും മറിച്ചും വർഷങ്ങളായിട്ടും അല്ലെങ്കിൽ എന്താണ് ഏത് വർഷമാണ് നടന്നത്, ഏത് സ്ഥലത്താണ് നടന്നത്, ആരായിരുന്നു ഭരിച്ചിരുന്നത്, ഇപ്പോൾ ചോദിച്ച പോലെ ആരുടെ ഭരണ കാലഘട്ടത്തിലായിരുന്നു നടന്നത്, അതുപോലെ തന്നെ ആരാണ് പ്രസിഡന്റ്, അത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാർമ്മികത്വം വഹിച്ചിരുന്നത് ആരാണെന്നൊക്കെ തിരിച്ചും മറിച്ചും പലതവണ ചോദിച്ചിട്ടുള്ളതാണ് എന്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് കൗൺസിലിൽ നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് 4 ബുദ്ധിസ്റ്റ് കൗൺസിലിനെ കുറിച്ചാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പേന എടുത്തോളുക, ഇതിൻ്റെ വർഷവും അതുപോലെ തന്നെ എന്താണ് എവിടെ വെച്ചാണ് നടന്നത്, അതുപോലെ ആരായിരുന്നു ഭരണാധികാരി, അതുപോലെ ആരുടെ കാർമ്മികത്വത്തിലാണ് നടന്നതെന്നൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ, ഒന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഏത് വർഷമാണ് നടക്കുന്നത്? 483 BC നടക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് 483 BC പ്രത്യേകത? ബുദ്ധൻ മരിച്ച വർഷം. എന്താണ്? ബുദ്ധൻ മരണപ്പെട്ട വർഷമാണേത്? 483 BC എന്ന് പറയുന്നത്. അപ്പോൾ ആ വർഷം തന്നെയാണ് എന്ത് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. അപ്പോൾ ജനിച്ചതെന്നാണ് ബുദ്ധൻ 563 BC, മരണപ്പെടുന്നതോ 483 BC. അപ്പോൾ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് എന്നാണ്? 483 BC. പ്ലേസ് നോട്ട് ചെയ്തോണം. എവിടെ വെച്ചാണ് നടക്കുന്നത്? രാജഗൃഹയിലാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ രാജഗൃഹയിൽ നടക്കുന്നു. 483 BC നടക്കുന്നു. ആരായിരുന്നു റൂളർ, ഭരണാധികാരി ആരാണ്? അജാതശത്രുവാണ് ഭരണാധികാരി. ആരാണ്? അജാതശത്രുവാണ് ഭരണാധികാരി. ഇനിയും ആരുടെ കാർമ്മികത്വത്തിലാണ് ആ ഒരു എന്താണ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് രാജഗൃഹയിലെ? അത് മഹാകസാപ്പ, MAHKASSAPPA, മഹാകസാപ്പയുടെ എന്താണ് കാർമ്മികത്വത്തിലാണ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്താണ്? 383 BC. അപ്പം 483 കഴിഞ്ഞു. ഏകദേശം എത്രയാണ്? 100 വർഷങ്ങൾക്ക് ശേഷം 383 BC എന്ത് അടുത്ത കൗൺസിൽ നടക്കുന്നത്. അപ്പം ഫസ്റ്റ് വർഷം ഓർത്തിരുന്ന് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അടുത്തതിൻ്റെ വർഷം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഏകദേശം 100 വർഷം, കറക്റ്റ് 100 വർഷം. 483 നിന്നും 100, 383 BC എന്ത് രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്? വൈശാലിയിലാണ് നടക്കുന്നത്. ആദ്യത്തേത് രാജഗൃഹയിലാണ്, രണ്ടാമത്തേത് വൈശാലിയിലാണ് നടക്കുന്നത്. ആരായിരുന്നു ഭരണാധികാരി? കാലശോകയാണെന്ത് ഭരണാധികാരി. അപ്പോൾ ആദ്യത്തേതിൽ ആരായിരുന്നു? അജാതശത്രുവായിരുന്നു. രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ ആരായി? കാലശോകയാണെന്ത് ഭരണാധികാരി. സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുമ്പോൾ ആരായിരുന്നു കാർമ്മികത്വം വഹിച്ചത്? സബാകാമിയാണ്. ആരാണ്? സബാകാമി. SABBAKAMY. സബകാമിയാണെന്ത് അതിനെ കാർമ്മികത്വം വഹിച്ചത്. രണ്ടാം ബുദ്ധിസ്റ്റ് കൗൺസിലിന് കാർമ്മികത്വം വഹിച്ചത് ആരാണ്? സബാകാമിയാണ്. ഇനി അടുത്തതാണ് മൂന്നാം ബുദ്ധിസ്റ്റ് കൗൺസിൽ, തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. വർഷം നോട്ട് ചെയ്തോണം. 250 BC. 250 BC മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കുക. അതെന്താണെന്നെങ്കിൽ ഇപ്പം മനസ്സിലാവും. തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് എവിടെയാണ്? പാടലിപുത്രയിലാണ്. 250 BC. ആരായിരുന്നു റൂളർ? അശോകനായിരുന്നു റൂളർ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അശോകൻ റൂളർ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇത് പലതവണ, അതായത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് കൗൺസിലാണ് ഇത് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പം തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? പാടലിപുത്രയിലാണ് നടക്കുന്നത്. 250 BC നടക്കുന്നത്. ആരായിരുന്നു റൂളർ? അശോകനാണ് റൂളർ. ഇനിയും ഇതിൻ്റെ കാർമ്മികത്വം വഹിച്ചത് ആരാണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിൻ്റെ കാർമ്മികത്വം ആരാണ് വഹിച്ചത്? മൊഗാളിബുത്ത തിസയാണ്. MOGALIBUTTATISSA, മൊഗാളിബുത്ത തിസയാണെന്ത് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ കാർമ്മികത്വം വഹിച്ചത്. രാജാവ് അല്ലെങ്കിൽ റൂളർ ആരായിരുന്നു? അശോകനായിരുന്നു. എവിടെയായിരുന്നു? പാടലിപുത്രയിൽ. 250 BC. ഇനി ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ വർഷം ഏതാണ്? ഫസ്റ്റ് സെഞ്ചുറി AD ആണ്. ഫസ്റ്റ് സെഞ്ചുറി AD എന്ത് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്? കുന്തളവനയിലാണ് നടക്കുന്നത്. കുന്തളവന ജമ്മു കാശ്മീരാണ്. കുന്തളവനയിലാണ് എന്ത് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. രാജാവ് ആരായിരുന്നു? റൂളർ ആരായിരുന്നു? കനിഷ്കനായിരുന്നു. അതുപോലെ തന്നെ കാർമ്മികത്വം വഹിച്ചത് ആരാണ്? വസുമിത്രനാണ്. അപ്പോൾ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഫസ്റ്റ് സെഞ്ചുറി AD, കുന്തളവന ജമ്മു കാശ്മീർ. അതുപോലെ തന്നെ റൂളർ ആരായിരുന്നു? കനിഷ്കനായിരുന്നു. കാർമ്മികത്വം വഹിച്ചത് ആരാണ്? വസുമിത്രനാണ്. അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് ബുദ്ധൻ മരിച്ച വർഷമായ 483 BC. രാജഗൃഹത്തിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ റൂളർ ആരായിരുന്നു? അജാതശത്രുവായിരുന്നു. ആരാണ് അതിൻ്റെ കാർമ്മികത്വം വെച്ചത്? മഹാകസാബയാണ്. ഇനി സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലേക്ക് വരുമ്പോൾ ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം 383 BC എവിടെയാണ് നടക്കുന്നത്? വൈശാലിയിലാണ് നടക്കുന്നത്. കാലശോകനായിരുന്നു എന്ത് റൂളറായിട്ടുള്ളത്. അതുപോലെ തന്നെ കാർമ്മികത്വം വഹിച്ചത് സബാകാമിയാണ്. ഇനി തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ് വർഷം? 250 BC. പാടലിപുത്രയിലാണ് നടക്കുന്നത്. അശോകനായിരുന്നു എന്ത് റൂളർ. ഇനിയും അതിൻ്റെ കാർമ്മികത്വം വഹിച്ചതാരാണ്? മൊഗാളിബുത്ത തിസയാണ്.
ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഫസ്റ്റ് സെഞ്ചുറി ഏരിയാണ്, കുന്തളവനയിലാണ്. അതുപോലെ തന്നെ റൂളർ കനിഷ്കനാണ്. ഇനിയും കാർമ്മികത്വം വഹിച്ചതാരാണ്? വസുമിത്രനാണ്, മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആരുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു നടന്നത്? നമ്മളിപ്പോൾ ഓൾറെഡി 4 പഠിച്ചില്ലേ? രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത് എന്നാണ്? 383 BC-യിലാണെന്ന് നമ്മൾ പറഞ്ഞു. എവിടെയാണ് നടക്കുന്നത്? വൈശാലിയിലാണ് നടക്കുന്നത്. ആരായിരുന്നു ഭരണാധികാരി? കാലശോകയാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്? കാലശോകയാണ്, മറക്കരുത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ടു വിച്ച് റിലീജിയൻ ദ ത്രിപീഠക സ്ക്രിപ്ചർ റിലേറ്റഡ്? ത്രിപീഠക എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ത്രിപീഠക ഉള്ളത്. ത്രിപീഠകയുടെ മീനിങ് എന്താണ്? 3 baskets എന്നാണ് ത്രിപീഠകയുടെ അർത്ഥം. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ജാതക സ്റ്റോറീസ്. ത്രിപീഠകയെ എന്താണ് 3ആയിട്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? വിനയപീഠകയുണ്ട്, സുത്തപീഠകയുണ്ട്, അതുപോലെ തന്നെ അഭിധാമ പീഠകയുണ്ട്. അതിലെ സുത്തപീഠകയിലെ കുദ്ധക നികായയിൽ വരുന്നതാണ് എന്ത്? ജാതക സ്റ്റോറീസ്. ബുദ്ധന്റെ പ്രീവിയസ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ജാതക സ്റ്റോറീസ്. അതുപോലെ തന്നെ എന്താണ്? പാലി ലാംഗ്വേജിലാണ് ജാതക സ്റ്റോറീസ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി ജാതകയുടെ മീനിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? ബർത്ത് എന്നാണ് പറയുന്നത്. അപ്പം മറക്കരുത്, എന്താണ്? ത്രിപീഠക, 3 baskets എന്നർത്ഥം വരുന്ന ത്രിപീഠക ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്. വിനയപീഠക, സുത്തപീഠക, അഭിധാമ പീഠക മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കേ, വേദിക് റിലീജിയൻ. ഇത് നമ്മളൊരു PYQ സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. വേദിക് റിലീജിയൻ എന്നറിയപ്പെടുന്ന റിലീജിയൻ ഏതാണെന്ന്. അപ്പം നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. നിങ്ങൾ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേദിക് റിലീജിയൻ എന്നറിയപ്പെടുന്ന എന്താണ് റിലീജിയൻ ഏതാണ്? അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷവിഷ്ടി എന്തിൻ്റെ ക്യാപിറ്റലാണെന്ന് നമ്മൾ ഓൾറെഡി ചോദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇതിന് രണ്ടിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വാട്ട് ഈസ് ദിഘനികായ? ദിഘനികായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുമായിട്ട് സാമ്യമുള്ള ഒരു പേര് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതാണത്? കുദ്ധക നികായ. നമ്മൾ പറഞ്ഞു ജാതക സ്റ്റോറീസ് സുത്തപീഠകയിലെ കുദ്ധക നികായയിലാണെന്ന്. അപ്പം ഈ ദിഘനികായ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആണ്. ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് എന്ത്? ദിഘനികായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ത്രിപീഠകയുടെ കാര്യം പറഞ്ഞു. 3 basket എന്നറിയപ്പെടുന്ന ത്രിപീഠക എന്തായിരുന്നു? വിനയപീഠകയുണ്ട്, സുത്തപീഠകയുണ്ട്, അതുപോലെ തന്നെ അഭിധാമ പീഠകയുണ്ട്. ഇതിലെ സുത്തപീഠകയെ 5 നികായാസ് ആയിട്ട്, അതായത് 5 നികായങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദിഘനികായ, മജ്ജിമ നികായ, അതുപോലെ തന്നെ സംയുക്ത നികായ, അങ്കുത്താര നികായ, പിന്നെ ഏതാണ്? കുദ്ധക നികായ. അതിലെ കുദ്ധക നികായയിലാണ് എന്ത്? ജാതക സ്റ്റോറീസ് വരുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഓർത്തു വെക്കുക, വിനയപീഠക, സുത്തപീഠക, അഭിധാമ പീഠക എന്താണ്? ത്രിപീഠകാസ് ആണ്. 3 basket എന്നറിയപ്പെടുന്നു. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആണ്. അതിലെ സുത്തപീഠകയെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? 5 നികായാസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദിഘനികായ, മജ്ജിമ നികായ, സംയുക്ത നികായ, അങ്കുത്താര നികായ, കുദ്ധക നികായ. മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ദിഘനികായ എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആണ്. ഡിപ്പാർച്ചർ ഓഫ് സിദ്ധാർത്ഥ ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത് ഈസ് നോൺ as ഡാഷ്. എന്താണ്? സിദ്ധാർത്ഥൻ ട്രൂത്ത് തേടി, സത്യം തേടി വീട് വിട്ടിറങ്ങിയതിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ എന്താണ് അതിനെ പറയുന്നത്? സിദ്ധാർത്ഥ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ബുദ്ധൻ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബുദ്ധൻ വീട് വിട്ടിറങ്ങിയതിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മഹാബിനിഷ്ക്രമണ. കുതിരപ്പുറത്ത് വീട് വിട്ടിറങ്ങി. മഹാബിനിഷ്ക്രമണ സിംബലൈസ് ചെയ്യുന്നത് ഹോഴ്സ് കൊണ്ടാണ്, കുതിര കൊണ്ടാണ്. അപ്പം മഹാബിനിഷ്ക്രമണ എന്നാണ് ബുദ്ധൻ സത്യത്തെ തേടി വീട് വിട്ടിറങ്ങിയതിനെ അറിയപ്പെടുന്നത്. സിംബൽ ഏതാണ്? ഹോഴ്സ് ആണ്. ബുദ്ധന്റെ ജനനം, ബർത്ത്, ലോട്ടസ് ആണ് സിംബൽ. വീട് വിട്ടിറങ്ങിയത്, സത്യത്തെ തേടി വീട് വിട്ടിറങ്ങിയതിനെ മഹാബിനിഷ്ക്രമണ എന്ന് പറയുന്നു. സിംബൽ ഏതാണ്? ഹോഴ്സ് ആണ്. കുതിരപ്പുറത്താണ് വീട് വിട്ടിറങ്ങിയത് എന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത എന്താണ്? ഫസ്റ്റ് സാർമൺ എന്താണ്? ധർമ്മചക്ര പരിവർത്തൻ. ചക്ര വന്നതുകൊണ്ട് തന്നെ സിംബൽ എന്താണ്? വീലാണ്. പിന്നെ എൻലൈറ്റ്മെന്റ് പറഞ്ഞു. സിംബൽ ഏതാണ്? ബോധി ട്രീ ആണ്. അടുത്തത് ബുദ്ധൻ എന്താണ്? മരണപ്പെട്ടതാണ്. ഡെത്ത് ആണ്. സിംബൽ ഏതാണ്? സ്തൂപയാണ്. മറക്കരുത്. അപ്പം വീട് വിട്ടിറങ്ങിയത്, സത്യത്തെ തേടി വീട് വിട്ടിറങ്ങിയത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മഹാബിനിഷ്ക്രമണ എന്നാണ് അറിയപ്പെടുന്നത്. വീണ്ടും വന്ന കണ്ടോ? മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അതേ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. നോക്കിക്കേ, ബർത്ത് ലോട്ടസ് നമുക്കറിയാം. ബർത്ത് നമ്മൾ പഠിച്ചതാണ്. ബുദ്ധന്റെ ബർത്ത് എന്താണ്? ലോട്ടസ് ആണ് സിംബൽ. അപ്പം ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ദ ഗ്രേറ്റ് ഡിപ്പാർച്ചർ നമ്മൾ പറഞ്ഞു. മഹാബിനിഷ്ക്രമണ. ദ ഗ്രേറ്റ് ഡിപ്പാർച്ചർ, മഹാബിനിഷ്ക്രമണ സിംബൽ നമ്മൾ പഠിച്ചതാണ്. കുതിരപ്പുറത്താണ് പോയതെന്ന് ഓർത്തിരിക്കുക. ഏതാണ് സിംബൽ? കുതിരയാണ്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഫുട് പ്രിന്റ് ആണ്. തെറ്റാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കിയാൽ എൻലൈറ്റ്മെന്റ് സിംബൽ ഏതാണ്? ബോധി ട്രീ ആണ്. ഡെത്ത് സ്തൂപയാണ്. ശരിയല്ലേ എല്ലാം? ഇതിൽ തെറ്റായിട്ടുള്ള ഏതേ ഉള്ളൂ? മഹാബിനിഷ്ക്രമണയുടെ സിംബൽ എന്താണ്? ഹോഴ്സ് ആണ്. ഇവിടെ ഫുട് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് എന്ത്? ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവും ഇവിടെ തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്? മഹാബിനിഷ്ക്രമണയാണ്. മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് കാശ്മീർ, സെക്കൻഡ് വൈശാലി,
തേർഡ് പാടലിപുത്ര, ഫോർത്ത് രാജ്ഗൃഹ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ബുദ്ധിസ്റ്റ് കൗൺസിലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെയാണ്? രാജ്ഗൃഹയിലാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് രാജ്ഗൃഹ, സെക്കൻഡ് എവിടെയാണ്? വൈശാലിയിലാണ്, തേർഡ് പാടലിപുത്രയിലാണ്, ഫോർത്ത് എവിടെയാണ്? കുന്തളവന, കാശ്മീരിലാണ്. അപ്പോൾ ഏതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഫസ്റ്റ് അല്ലേ? നോക്കിക്കേ, ഫസ്റ്റ് എവിടെയാണ് നടക്കുന്നത്? ഫസ്റ്റ് കൗൺസിൽ രാജ്ഗൃഹ, നാലാമത് കിടക്കുന്നത്. അതുപോലെ സെക്കൻഡ് കൗൺസിൽ എവിടെയാണ്? വൈശാലിയിൽ തന്നെയാണ്. അത് കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. തേർഡ് പാടലിപുത്ര, ഫോർത്ത് എവിടെയാണ്? കശ്മീരിലാണ്. PYQ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SSCക്കും RRBക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.